പോലീസ് ഒരു വാക്ക് മതിൽ ചാടിക്കടക്കാൻ ശ്രമം, കുറച്ച് പ്രവർത്തകർ ചാടിക്കടന്നോ എന്നും സംശയമുണ്ട്. ഉമേഷ് ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അവിടെ കാണാൻ പറ്റുന്നുണ്ട്. മതിൽ ചാടി ചില പ്രവർത്തകർ കടന്നു കഴിഞ്ഞോ? മതിൽ ചാടി കടന്നിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ മതിൽ ചാടി കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ കോമ്പൗണ്ടിനകത്ത് പോലീസ് സംഘമുണ്ട്. നേരത്തെ തന്നെ ഈ മുൻപ് ഇത് സമാനമായ ഒരു സമരത്തിൽ മതിൽ ചാടിക്കടന്ന് വനിതാ പ്രവർത്തകരടക്കം പ്രതിഷേധിച്ചിരുന്നു. ആ സാഹചര്യത്തിന് ശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് വരുന്ന സമയത്ത് തന്നെ അകത്ത്, അതായത് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനകത്ത് എപ്പോഴും പോലീസ് ഉണ്ടാകും. അത്തരത്തിൽ മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചപ്പോൾ കോമ്പൗണ്ടിനകത്ത് നിന്ന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അല്പം മുമ്പ് ലാത്തി വീശിയിരുന്നു. അതിലൊരു പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ. ഇപ്പോൾ ഈ മതിലിൻ്റെ ഇരുമ്പ് കൈവരിയുണ്ട്, അവിടെയാണ് കയറി പിടിച്ചു നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഈ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അകത്തു നിന്ന് ലാത്തി വീശി ഈ ചെറിയ പ്രവർത്തകർക്ക് നേരിയ രീതിയിൽ ലാത്തി വീശിയത്. എന്തായാലും അതിൻ്റെ ഒരു പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ സൗത്ത് ഗേറ്റിനോട് ചേർന്നുള്ള മതിൽ കയറി നിന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിന് നേതൃത്വം നൽകുന്നു. പ്രതിഷേധം ശക്തമായി പോകുന്നു. നേരത്തെ സൗത്ത് ഗേറ്റിലേക്ക് മാർച്ചെത്തിയ സമയത്ത് 4 തവണയാണ് ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ ആ ജലപീരങ്കി പ്രയോഗത്തിലൊന്നും ആ പോരാട്ടം ഒട്ടും ചോരാതെ അതേ ആവേശത്തിൽ നിന്ന് ഇപ്പോഴും ആ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. 4 തവണയാണ് ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ ഇതോടൊപ്പം പോലീസ് സംയമനവും പാലിക്കുന്നുണ്ട്. ഒന്നിലധികം തവണ പോലീസുമായി പോലീസിന് നേരെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും പോലീസ് ഇതുവരെ ലാത്തി വീശുന്ന അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ പോലീസിനോട് സംസാരിക്കുകയാണ്. പോലീസ് ബാക്കിയുള്ളവരോട്, അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഈ മതിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയെങ്കിലും കുറച്ച് പ്രവർത്തകർ ഇപ്പോഴും അവിടെയുണ്ട്. അവരെ കൂടി ഇറക്കണമെന്നാണ് ഇപ്പോൾ AC വന്ന് നേരിട്ട് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ഇപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ ആ പ്രതിഷേധത്തിന് നേരിയൊരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ തൊട്ട് സമീപത്തെ മറ്റൊരു സ്ഥലത്ത് സമാനമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും മതിലിൻ്റെ മുകളിലേക്ക് കയറി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മതിലിൻ്റെ മുകളിൽ കയറി എന്നുള്ള മുദ്രാവാക്യം തുടരുന്നുണ്ട്. പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും പോലീസ് ആരോപണം ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം പത്തനംതിട്ട, കോട്ടയം, തൃശൂർ എന്നിവിടങ്ങളിൽ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലും സമാനമായ സാഹചര്യം. അതേസമയം PV അൻവർ യൂത്ത് കോൺഗ്രസിനെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. എന്നെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും നടന്നിരുന്ന യൂത്ത് കോൺഗ്രസ് കുഞ്ഞാടുകൾ എൻ്റെ ആരോപണങ്ങളുടെ പേരിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അവരുടെ മുതുകത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ റൂട്ട് മാപ്പ് പതിപ്പിക്കുന്നത് കാണാൻ അക്ഷമയോട് കാത്തിരിക്കുന്നു ഞാൻ എന്ന പരിഹാസമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ PV അൻവർ ഇട്ടിരിക്കുന്നത്.